മധ്യപ്രദേശിലെ ദാത്യയിലെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെയും കോൺഗ്രസിന്റെ വിജയനായകന് ഇപ്പോൾ പാർട്ടി നിർണായക ചുമതല നൽകിയിരിക്കുകയാണ്. 3 വർഷം മുൻപ് മാത്രം ബിജെപിയിൽ നിന്നെത്തിയ അവധേഷ് നായികിനെയാണ് സംസ്ഥാന കോൺഗ്രസിൽ നിർണായക സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്. ദാത്യ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വിജയം അത്ര നിസ്സാര കാര്യമല്ല. സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയെന്ന് പറയുമ്പോഴും 3 വർഷങ്ങൾക്ക് മുൻപ് ദാത്യ ബിജെപിയിൽ നിന്ന് പിടിച്ചെടുത്ത കഥ കൂടി പറഞ്ഞാലേ അത് വ്യക്തമാകും. 2008 മുതൽ തുടർച്ചയായി 3 തവണ ബിജെപിയുടെ നരോത്തം മിശ്ര വിജയിച്ച മണ്ഡലമായിരുന്നു ദാത്യ. എന്നാൽ 2023 മിശ്രയ്ക്ക് കാലിടറി. അന്ന് മിശ്രയെ അട്ടിമറിക്കാൻ കോൺഗ്രസിനെ സഹായിച്ചത് ബിജെപിയുടെ തന്നെ ഒരു നേതാവായിരുന്നു. ദാത്യയിലെ പാർട്ടിയുടെ വിശ്വസ്തനായിരുന്ന ബിജെപിയുടെ വിജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന അവധേഷ് നായക്. അവധേഷിന്റെ തന്ത്രങ്ങളാണ് മണ്ഡലത്തിൽ ബിജെപിയെ തകർക്കാൻ കോൺഗ്രസിന് 2023 തുണയായത് എന്നതിൽ സംശയമില്ല. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിനു പിന്നാലെ അവധേഷിന് സുപ്രധാന പദവി നൽകിയിരിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. മധ്യപ്രദേശ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പദമാണ് അവധേഷിനെ തേടിയെത്തിയിരിക്കുന്നത്. ഇത് പ്രവർത്തന മികവിനുള്ള അംഗീകാരം മാത്രമല്ല, അവധേഷിനോട് കാട്ടിയ അനീതിക്കുള്ള പരിഹാരം കൂടിയാണ്. ദാത്യയിലെ ബിജെപിയുടെ ബ്രാഹ്മണ മുഖമായിരുന്നു അവധേഷ്. ശിവരാജ് സിംഗ് ചൗഹാൻ സർക്കാരിന്റെ കാലത്ത് മധ്യപ്രദേശ് ടെക്സ്റ്റ് ബുക്ക് കോർപ്പറേഷൻ വൈസ് ചെയർമാൻ. എന്നാൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് അവധേഷ് ബിജെപി വിട്ടു. അന്നത്തെ ആഭ്യന്തരമന്ത്രിയും ദാത്യ MLAയുമായിരുന്ന നരോത്തം മിശ്രയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു അവധേഷിനെ പാർട്ടി വിടാൻ അന്ന് പ്രേരിപ്പിച്ചത്. ബിജെപി വിട്ട അവധേഷ് മറ്റൊന്നും ചിന്തിക്കാതെ കോൺഗ്രസിലെത്തി. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് സുവർണ നേട്ടവുമായിരുന്നു. മണ്ഡലത്തിൽ സ്വാധീനമുള്ള ഒരു നേതാവിന്റെ വരവ് ജയം കൊണ്ടുള്ള വരവാണെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ദാത്യയിൽ അവധേഷിനെയാണ് കോൺഗ്രസ് ആദ്യം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് അവധേഷിനെ മാറ്റി രാജേന്ദ്ര ഭാരതിയെ മത്സരിപ്പിച്ചു. അതൊരു തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. ബിജെപി വിട്ടു വന്ന ഉടനെ സ്ഥാനാർത്ഥിയായാൽ അത് അവധേഷിന് തിരിച്ചടിയാകുമെന്ന് പാർട്ടി വിലയിരുത്തി. കാരണം പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പകരം അവധേഷിന് മണ്ഡലത്തിലുള്ള സ്വാധീനം കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റുന്നതിനാണ് തീരുമാനിച്ചത്. അത് വിജയിക്കുകയും ചെയ്തു. അങ്ങനെ 15 വർഷങ്ങൾക്ക് ശേഷം ദാത്യ മണ്ഡലത്തിൽ കൈപ്പത്തി വിരിഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാമെന്ന ഉറപ്പ് അവധേഷിന് പാർട്ടി നേതൃത്വം നൽകിയിരുന്നതാണ്. എന്നാൽ രാജേന്ദ്ര ഭാരതി അയോഗ്യനായതിനെ തുടർന്ന് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പാർട്ടിക്ക് ആ വാക്കു പാലിക്കാനായില്ല. മുൻപ് 2 തവണ MLA ആയിട്ടുള്ള ഘനശ്യാം സിംഗിനാണ് പാർട്ടി ടിക്കറ്റ് നൽകിയത്. പക്ഷേ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടിയോട് കലഹിക്കുകയോ വിട്ടുപോവുകയോ അല്ല അവധേഷ് ചെയ്തത്. മറിച്ച് സജീവമായി പ്രചരണത്തിനിറങ്ങി പാർട്ടിയെ വീണ്ടും വിജയത്തിലേക്ക് നയിച്ചു. പരമ്പരാഗതമായി ബിജെപിയെ പിന്തുണച്ചിരുന്ന ബസായി മേഖലയിലെ ബ്രാഹ്മണ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമാക്കിയത് അവധേഷിന്റെ സാന്നിധ്യമാണെന്ന് പാർട്ടി വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. 3 വർഷത്തിനിടെ 2 തവണയാണ് അവധേഷിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ കോൺഗ്രസ് വിട്ടു പോകുമായിരുന്നു. പക്ഷേ അപ്പോഴും പാർട്ടിയോട് കാണിച്ച വിശ്വസ്തതയും സംഘടനാപരമായ പ്രവർത്തന മികവും അവധേഷിനെ ചേർത്ത് പിടിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചു. സംസ്ഥാനത്തെ AICC ഇൻചാർജ് ഹരീഷ് ചൗധരിയുടെ ശുപാർശയെ തുടർന്ന് PCC അധ്യക്ഷൻ ജിത്തു പട്വാരിയാണ് അവധേഷിനെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. മറുവശത്ത് തോൽവിയിൽ ആടി ഉലയുകയാണ് ബിജെപി. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പൊളിച്ചെഴുതണമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമാ ഭാരതി. വോട്ട് വർധനവ് കണ്ട് ആശ്വസിക്കേണ്ടെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്.